പ്രഡേറ്റർ ബാഡ്ലാൻഡ്സ് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ. ഞാനിത് ഐമാക്സിലല്ല കണ്ടത്, ഒരു ഓർഡിനറി തിയേറ്ററിലല്ല, നല്ല സൗണ്ടിങ് ഉള്ള തിയേറ്ററാണ്, ആറ്റിങ്ങൽ ഡ്രീംസ് എന്നാണ് കണ്ടത്. പക്ഷേ ഈ സിനിമ ഐമാക്സിൻ്റെ ഫോമാറ്റിലല്ല അവർ ചെയ്തിരിക്കുന്നത്. അതായത് നോർമൽ തിയേറ്ററിലും നല്ല സിനിമാസ്കോപ്പിക് സ്ക്രീനിൽ കംപ്ലീറ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അതുപോലെ യൂഷ്വൽ ഇംഗ്ലീഷ് മൂവീസ് പൊതുവെ സ്റ്റാൻഡേർഡ് VFX ഗ്രാഫിക്സ് ഒക്കെയാണ്. പക്ഷേ ഇതിനകത്ത് അവർ കംപ്ലീറ്റ്ലി വേറൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രീം ഗ്രാഫിക്സ് ആണ് ഇതിനകത്ത്. മനുഷ്യരായിട്ടുള്ള കുറേ മനുഷ്യരല്ല, റോബോട്ടിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷെ അത് മനുഷ്യരായിട്ട് തന്നെ അവർ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ക്യാരക്ടേഴ്സിനെയൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത് പോലും എക്സ്ട്രാ ഓർഡിനറി. നമ്മളങ്ങനെ കണ്ടിങ്ങനെ അതിശയിച്ചിരിക്കും. ഈ സിനിമയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ ഫസ്റ്റ് സീരീസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അർണോൾഡൊക്കെ ആ ഒരു സീരീസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് തന്നെ അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറിൽ നമ്മുടെ ക്രിയേറ്റീവിൻ്റെ 5.1 സറൗണ്ടിൽ ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ആ ഒരു മൂവി കാണുന്നത്. ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ആ ഒരു സൗണ്ട്. ഈ സിനിമ ഇറങ്ങിയ സമയത്തുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് നിർഭാഗ്യവശാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിട്ടും ക്രിയേറ്റീവിൻ്റെ സൗണ്ട്, ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ കണ്ട ആ ഒരു മുഖം, പ്രഡേറ്ററിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ മുഖം, അതുണ്ടാക്കിയ ഒരു അസ്വസ്ഥത, ആ ഫേസ് കാണുമ്പോൾ ആ ഒരു പ്രോസ്തറ്റിക്സ് എല്ലാം കൂടെ കണ്ടിട്ടുള്ള ഒരു ഇറിറ്റേറ്റിംഗ്, എക്സ്ട്രീം ഇറിറ്റേഷനാണ് തോന്നുന്നത് നമുക്ക്. ഒരു ഫിയർ അല്ല, ഒരു മനുഷ്യൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു വൾഗറാക്കിയ ഒരു അനിമലിഷ് സാധനം. എനിക്കൊന്ന് അതിനുശേഷം ഒരുപാട് മൂവീസിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വന്നെങ്കിലും പ്രഡേറ്ററിൽ ആ ഒരു ഫേസ് എന്ന് പറയുന്ന ഒരു ഐക്കോണിക് ഫേസാണ്. അപ്പോൾ അതേ സെയിം സാധനം തന്നെ നമുക്കൊന്നും കൂടെ 3Dയിൽ എക്സ്പീരിയൻസ് ചെയ്യാം, അതും കുറച്ചും കൂടെ ഇമ്മേഴ്സീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയപ്പോഴത്തേക്ക് വേറെ ലെവലായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് നല്ല എൻഗേജിങ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതിനിടയിൽ കുറച്ച് ഹ്യൂമർ സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്, കുറച്ച് ഇമോഷൻസ് വരുന്നുണ്ട്. എല്ലാം കൂടെ അങ്ങനെ ഇംഗ്ലീഷ് മൂവീസിലൊന്നും കാണാത്ത തരത്തിലുള്ളൊരു കംപ്ലീറ്റ് പാക്ക് എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലാണ് ഈ ഒരു സാധനം എടുത്തു വെച്ചിരിക്കുന്നവർ. ഇതിൻ്റെ ഡയറക്ടർ ഡാൻ ട്രാക്ടൻബർഗ്, അദ്ദേഹം കൂടെയാണ് സ്ക്രിപ്റ്റൊക്കെ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഒരു ഇന്ത്യൻ ഇതിനകത്തുണ്ട്, രവി നാരായണൻ. ഇതിൻ്റെ ഒരു മങ്കി പോലത്തെ, അതായത് ഒരു ഏലിയൻ ക്യാരക്ടറാണ്, പക്ഷെ ഒരു മങ്കിയെ പോലെ ഉള്ളൊരു ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നത് രവി നാരായണൻ എന്ന് പറഞ്ഞൊരു ഇന്ത്യനാണ്. പിന്നെ എന്താ ഈ സിനിമയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എല്ലാം സ്പോയിലറായി പോകുന്നുണ്ട്. ഞാൻ കൂടുതൽ അതിൻ്റെ കോണ്ടൻറ്റിലോട്ടൊന്നും പോകണില്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സിനിമ തുടങ്ങുന്നിടം മുതൽ അതങ്ങോട്ട് ഫ്ലോയിൽ പോകുമ്പോൾ പോലും. ഇതിൻ്റെ ഇടയിൽ ഇൻ്റർവെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. 2 മണിക്കൂറുണ്ട്, പക്ഷേ എങ്കിലും ഒട്ടും ബോറടിക്കാതെ നല്ല ഫാസ്റ്റ് പേസിലാണ് പോകുന്നത്. പിന്നെ പൊതുവേ 3Dയിൽ ഇതുപോലുള്ള ക്യാരക്ടേഴ്സിനെ ഒന്നും ഇത്രയും ക്ലോസ് റേഞ്ചിൽ അവർ ക്യാമറ വെച്ച് കാണിക്കാറില്ല. കാരണം അതിനകത്ത് വിഷ്വൽ എഫക്ട്സ് ഉണ്ട്, CG ഉണ്ട്. ഇതൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് വൈഡ് ആംഗിൾ ഷോട്ട്സ് പോലെയൊക്കെയാണ് പലപ്പോഴും അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെയൊന്നും അല്ല. എല്ലാം ഭയങ്കര ക്ലോസ് റേഞ്ച് ഷോട്ട്സ്. ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ ശരിക്കും ഒന്ന് ഫീൽ ചെയ്യും. അവരുടെ ഇമോഷൻസ് ആയിരുന്നാലും അവരുടെ ഫേസിലുള്ള ഓരോരോ കൊച്ചു ജെസ്റ്റേഴ്സ് പോലും വളരെ വ്യക്തമായിട്ട് സിനിമ എടുത്ത് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോഴും എനിക്ക് ആ ഒരു ഫേസ്, അത് മരിച്ചാലും ചിലപ്പോൾ മറക്കണമെന്നില്ല, അതിൻ്റെ ഒരു വൾഗറായിട്ടുള്ളൊരു ഫേസ്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഫസ്റ്റ് പ്രഡേറ്റർ ആ ഒരു മൂവി മാത്രമേ കണ്ടിട്ടുള്ളൂ. മറ്റേതിനിടയിൽ വന്നിട്ടുള്ള ഒരു സീരീസ് ഓഫ് മൂവീസ് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് പോലും എനിക്ക് വളരെയധികം ഈ മൂവി കണക്റ്റഡായി. ഒരു സ്റ്റാൻഡ് അലോൺ മൂവി എന്നുള്ള നിലയിൽ പോലും ഈ സിനിമ തുടങ്ങുന്നിടം മുതൽ ഈ സിനിമ എൻഡ് ചെയ്യുന്നത് വരെ ഒരു പ്രോപ്പർ ജേണി ആയിട്ട് തന്നെയാണ് സിനിമ പോകുന്നത്. അല്ലെങ്കിൽ പ്രീവിയസ് മൂവീസുമായിട്ടൊന്നും വലിയ കണക്ഷനൊന്നുമില്ല. ഫസ്റ്റ് മൂവിയായിട്ട് എനിക്കൊരു കണക്ഷൻ ഫീൽ ചെയ്തത് ഇദ്ദേഹം വാനിഷ് ആവുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് സംഭവങ്ങൾ ഇതിനകത്ത് ആ ഒരു സാധനം പറയുന്നുണ്ട്. അതിലൊരു വലിയ സസ്പെൻസ് ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ ഒരു സംഭവമായിരുന്നു ഫസ്റ്റ് മൂവിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. ഈ ഒരു ഫേസ് ഇങ്ങനെ അൺവെയിൽ ചെയ്യുന്നതിന് മുമ്പേ വരെ നമ്മളൊക്കെ അങ്ങനെ ഒരു വാനിഷ് ചെയ്ത്. ഇതുപോലെ ഒരു തമിഴ് സിനിമയും വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, നെപ്പോളിയനോ ഏതൊരു ആക്ടറെ കണ്ട് ചെയ്തിട്ടുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു, പേര് ഞാൻ ഓർക്കുന്നില്ല. ഏതാണ്ട് സെയിം ഇതിൻ്റെ കോപ്പി ആയിരുന്നു. ഈ സിനിമയുടെ അതേ റെഫറൻസ് വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ അതും തമിഴ് സിനിമയിൽ നിന്ന് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. അതൊരു നാട്ടിൽ നടക്കുന്ന സംഭവമായിട്ട് തന്നെയാണ്. നല്ല രസമുള്ളൊരു സിനിമയായിരുന്നു അത്. ഇപ്പോൾ എന്തായാലും ഐമാക്സിലായിരുന്നാലും അല്ലെങ്കിൽ അത്യാവശ്യം അറ്റ്മോസ് നല്ല സൗണ്ടുള്ള ഒരു തിയേറ്ററിൽ വെച്ച് പിടിച്ചാൽ ഈ ഒരു സിനിമ നഷ്ടമാകത്തില്ല. 100% വർത്ത് വാച്ച്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ഇതിൻ്റെ അകത്തുള്ള മ്യൂസിക്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എൻറ്റയർലി വിഷ്വലി അവരൊരു പുതിയ ലോകം സൃഷ്ടിച്ച് കാണിച്ചു. പുതിയ 2 പ്ലാനറ്റ്സ് കാണിക്കുന്നുണ്ട്. ഈ 2-നകത്തും ഒന്നൊരു ഫോറസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ്. അവിടുത്തെ ആ ഒരു വേൾഡ് ബിൽഡിംഗ് ആയിരുന്നാലും ആദ്യം കാണിച്ച ആ ഒരു വേൾഡ് ബിൽഡിംഗ് ആയിരുന്നാലും എല്ലാം ടോപ്പ് നോച്ച്. അപ്പോൾ ആ ഒരു വിഷ്വൽ വേൾഡ് ബിൽഡിങ്ങിനോടൊപ്പം ഒരു സൗണ്ട് ബിൽഡപ്പും കൂടെ തിയേറ്ററിനകത്ത് ഭയങ്കര ഒരു ഇമ്മേഴ്സീവ് ഫീലാണ് തന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സൗണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു വൈബ്രേഷൻ പോലെ ഇങ്ങനെ പോകും.
അതൊരു വല്ലാത്ത ഫീലാണ് തിയേറ്ററിൽ തരുന്നത്. അത് എന്ത് ഇൻസ്ട്രുമെൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് അറിയത്തില്ല, എന്തായാലും ഗംഭീര പരിപാടിയായിരുന്നത്. ഇതിൻ്റെ മ്യൂസിക് സ്കോർ ചെയ്തിരിക്കുന്നത് കമ്പോസർ സാറ ഷേഷ്നർ, ബെഞ്ചമിൻ വാൽഫിഷ്, ജെഫ് കട്ടർ സിനിമാറ്റോഗ്രാഫർ, സ്റ്റെഫാൻ ഗ്രൂബ്, എഡിറ്റേഴ്സ് ഡേവിഡ്, അദ്ദേഹം കൂടെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, ഡേവിഡ് ട്രാക്ടൻബർഗും കൂടെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്ന മൂവി. ആർട്ട് ഡയറക്ടേഴ്സ്, മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൽ ഫേസൊക്കെ ഇങ്ങനെ മേക്കപ്പ് ചെയ്തിരിക്കുന്നതാണ്. ആ ക്യാരക്ടറിനെ ഒരു പ്രോസ്തറ്റിക്സ് ഒക്കെ ചെയ്തെടുത്തിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് CG റോളൊന്നും എനിക്ക് ഒരു സ്ഥലത്തും ഫീൽ ചെയ്തില്ല. ഓൺലി ഈ വാളും ഇങ്ങനെയുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് വിഷ്വൽ എഫക്ട്സ് CG ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഓവറോൾ ആ ഒരു ക്യാരക്ടറേ ഉള്ളൂ. അപ്പോൾ ആ ക്യാരക്ടറിന് അവർ ശരിക്കും ഒരാൾ തന്നെ അത് പ്രോസ്തറ്റിക് മേക്കപ്പുമായിട്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ എന്തായാലും ഗംഭീര പരിപാടിയാണ്. അപ്പോൾ എന്തായാലും സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.